ഹായ് ആൾ, ദിസ് ഇസ് അനൂപ് ഹിയർ. കുറച്ചുപേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്താണ് ഈ ഷോർട്ട് സെല്ലിംഗ്, അതിലൂടെ എങ്ങനെയാണ് ഡേ ട്രേഡിംഗ് ചെയ്യുക എന്നൊക്കെ. ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു കമോഡിറ്റി സെല്ല് ചെയ്യണേനാണ് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറയുന്ന പോലെ ഒരു സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നത് T+2 ഡേ, അതായത് ട്രേഡ് നടന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ്. ആ രണ്ടാമത്തെ ദിവസമാണ് ഈ സെറ്റിൽമെന്റ് ഒക്കെ നടക്കുക. അതായത് ബൈ ചെയ്ത ആൾക്കാർക്ക് ആ ഷെയർ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതും സെല്ല് ചെയ്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് ആ ഷെയർ എടുത്തിട്ട് ബയറിന്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് പോകുന്നതും T+2 സെക്കൻഡ് ഡേ ആണ് പോകുക. ട്രേഡ് നടന്നിട്ടുള്ള സെക്കൻഡ് ഡേ അന്നാണ് സെറ്റിൽമെന്റ് നടത്തുക. ഈ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എനിക്ക് ഒരു ക്വാണ്ടിറ്റി ഓഫ് ഷെയർസ് സെല് ചെയ്യാം. ഇല്ലാതെ തന്നെ എന്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇല്ലെങ്കിലും എനിക്ക് ഇൻട്രാഡേയിൽ സെല് ചെയ്ത് വെക്കാം. അതിനൊരു ക്രൈറ്റീരിയ ഉള്ളൂ, മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന്റെ മുമ്പ് അത് തിരിച്ച് ബൈ ചെയ്യണം. കാരണം വേറൊന്നുമല്ല, ഇതിന്റെ സെറ്റിൽമെന്റ് നടക്കുന്നത് ട്രേഡ് സെക്കൻഡ് ഡേ ആണ്. അപ്പൊ ഞാൻ രാവിലെ സെല് ചെയ്തിട്ട് വൈകുന്നേരം വാങ്ങിക്കുകയാണെങ്കിലും രാവിലെ വാങ്ങിച്ചിട്ട് വൈകുന്നേരം സെല് ചെയ്യണതും ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇൻട്രാഡേയിൽ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസ്ക് ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, ചിലപ്പോൾ ഞാൻ ഒരു ഉദാഹരണത്തിന് പറയണമെങ്കിൽ ടാറ്റ മോട്ടോഴ്സിന് ഒരു 100 ഷെയർ ഞാൻ ഷോർട്ട് സെല് ചെയ്യും, 500 രൂപയ്ക്ക് ഷോർട്ട് സെല് ചെയ്യും. അത് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു നല്ലൊരു ന്യൂസ് വന്നാൽ പെട്ടെന്ന് കയറിപ്പോയി ഒരു 550-560 രൂപ ആയിക്കഴിഞ്ഞാൽ അതിന്റെ ലോസ് ഞാൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് വഹിക്കണം. അതാണ് ഒരു റിസ്ക് ഉള്ളത്. അപ്പൊ അതൊരു മോണിറ്ററി റിസ്ക് ആണ്. അതായത് കൂടി വന്നാൽ എനിക്ക് അത്ര ലോസ് സഹിക്കണമെന്നേ ഉള്ളൂ. അതായത് രാവിലെ 500 രൂപയ്ക്ക് ഷോർട്ട് സെല് ചെയ്തത് വൈകുന്നേരം 560 രൂപ ആയാലും ആ ഹൈ പ്രൈസിന് വാങ്ങിക്കണമെന്നേ ഉള്ളൂ. അത് ചെറിയൊരു റിസ്ക് ആണ്. ബട്ട് വേറൊരു റിസ്ക് ഉള്ളതെന്ന് ചോദിച്ചാൽ, ചില സ്റ്റോക്സ് അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും ഉണ്ടാവും. അതായത് ഒരു സ്റ്റോക്ക് ഒരു 10% അഥവാ 20% കൂടുതൽ ഒരു എമൗണ്ടിന് ഒരു ദിവസം ട്രേഡ് നടക്കില്ല. അങ്ങനത്തെ ഷെയർസ് ഷോർട്ട് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് 20% അപ്പർ സർക്യൂട്ട് അഥവാ 10% അപ്പർ സർക്യൂട്ടിലായാൽ നമുക്കത് തിരിച്ചു വാങ്ങിക്കാൻ പറ്റില്ല. കാരണം ആ പ്രൈസിന് സെല്ലേഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ അത് ഭയങ്കര റിസ്ക് ആണ്. അത് റിസ്ക് എന്താന്ന് ചോദിച്ചാൽ, അത് ഷോർട്ട് സെല്ല് നടന്നു കഴിഞ്ഞാൽ T+2 സെക്കൻഡ് ഡേന് ഇതിന്റെ സെറ്റിൽമെന്റ് നടക്കുമ്പോൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഈ സ്റ്റോക്ക് ഇല്ല. അപ്പോൾ പകരം ഒരു ഓപ്ഷനിങ് എന്ന് പറയും. ഓപ്ഷനിങ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഷെയർസ് വേറൊരു പൂളിൽ നിന്ന് ഈ ബ്രോക്കേഴ്സ് നമുക്ക് വേണ്ടി നല്ല പ്രൈസിന് ബൈ ചെയ്യണ ഒരു പ്ലാറ്റ്ഫോമാണ് ഓപ്ഷനിങ് എന്ന് പറയുന്നത്. അതിൽ പോലത്തെ പാർട്ടിസിപ്പൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂല, പക്ഷെ ബ്രോക്കേഴ്സ് ആണ് ഇത് ചെയ്യുന്നത്. ആ ഓപ്ഷനിങ്ങിന് പോയിട്ട് ഇപ്പൊ ഞാൻ പഴയ പറഞ്ഞ എക്സാമ്പിളിലെ പോലെ 500 രൂപയ്ക്ക് ഷോർട്ട് സെല്ല് ചെയ്ത ടാറ്റ മോട്ടോഴ്സ് ഓപ്ഷന് പോയി എനിക്ക് ബൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഓപ്ഷനിങ്ങിന് പോയി ചിലപ്പോൾ 550-560 രൂപയ്ക്കായിരിക്കും ഇവര് തിരിച്ച് ബൈ ചെയ്യുന്നത്. അപ്പോ പിന്നെ പോരാത്തതിനും വേറെ കുറച്ച് എമൗണ്ട് ഫൈനായിട്ടും വരും. അപ്പൊ അതാണ് ഈ ഷോർട്ട് സെല്ലിങ്ങിലുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് ആണ്. വേറെ അതർ സൈഡ്, ഇപ്പൊ ഞാൻ ബൈ ചെയ്യുകയാണെങ്കിൽ എന്റെ മാക്സിമം റിസ്ക് എന്ന് പറഞ്ഞാൽ ആ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 0 ആയി പോകും. അതായത് കുറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റോക്കിന്റെ ഹോൾഡിംഗ് ഉണ്ട്, അതുകൊണ്ട് റിസ്ക് ഇല്ല. ഈ ഷോർട്ട് സെല്ലിംഗ് വെച്ചിട്ട് 2 ട്രേഡിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ എപ്പോഴും സക്സസ് ആവണമെന്നില്ല, എന്നാലും ഒരു 80-90% സക്സസ് ആവുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, നിഫ്റ്റി 50 സ്റ്റോക്സ്, നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലുള്ള 50 ഷെയർസ് ആണ്. അതിൽ എപ്പോഴും വോള്യൂംസും ഉണ്ടാവും. ആ ഷെയർസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ചില സ്റ്റോക്സ് നല്ല എമൗണ്ടിനെ ഓപ്പൺ ചെയ്യും. ഒരു 5-6% അപ്സൈഡിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഷോർട്ട് സെല് ചെയ്യാം. ഷോർട്ട് സെല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത്ര കയറുന്ന കൊണ്ട് എന്തായാലും ഒരു 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു 9:20 ആകുമ്പോഴത്തേക്ക് ചെറിയൊരു ഡൗൺ സൈഡ് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം, വളരെ ചെറിയൊരു ഡൗൺ സൈഡ്. ആ ഡൗൺ സൈഡ് വരുമ്പോൾ അപ്പൊ തന്നെ തിരിച്ച് ബൈ ചെയ്താൽ മതി. ഇതൊരു എപ്പോഴും സക്സസ് ആവണമെന്നില്ല, 70-90% സക്സസ് റേറ്റ് ഉള്ളൂ. പക്ഷെ ഇത് ഓൺ ദ അതർ സൈഡ് ഇപ്പൊ പെട്ടെന്ന് ന്യൂസ് ഉള്ള സ്റ്റോക്ക് ആണെങ്കിൽ അത് ചെയ്യാതിരിക്കുക. ന്യൂസ് ഉള്ള സ്റ്റോക്ക് ഇപ്പൊ ചിലപ്പോൾ റിസൾട്ട് ഒക്കെ കാരണമായിരിക്കും അത് അപ്സൈഡ് പോകുന്നത്. അത് നല്ല അപ്സൈഡ് പോകും. അത് ഇവൻതോ കുറച്ച് താഴേക്ക് വന്നാൽ അത് വീണ്ടും അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്.
അത് പക്ഷെ എന്നാലും മൈനർ റിസ്ക് ആണ്. കാരണം നമ്മളൊരു അപ്സൈഡിൽ പോകുന്ന സ്റ്റോക്ക് ഷോർട്ട് സെല്ല് ചെയ്യുമ്പോൾ ചെറിയൊരു ഡൗൺ സൈഡ് വരുമ്പോൾ തിരിച്ച് കവർ ചെയ്യാവുന്നതാണ്. ഇതൊരു സ്ട്രാറ്റജിയാണ്. പിന്നെ ഷോർട്ട് സെല്ല് ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഇപ്പൊ കണ്ടമാനം ഷെയർസ് ഹോൾഡിംഗിലുള്ളവരുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ കയ്യിൽ ഇപ്പൊ ടാറ്റ മോട്ടോഴ്സിൽ 5000 ഷെയർസ് ഉണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ഒരു ഡൗൺ സൈഡ് ഒരു റിസ്ക് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞാൽ അതിന് വില കുറയുന്ന അറിയാനെങ്കിൽ ചെറിയൊരു ഹൈ പ്രൈസ് വരുമ്പോൾ ഞാനത് ഷോർട്ട് സെല്ല് ചെയ്യും. ഓക്കെ, അന്ന് തന്നെ മാർക്കറ്റിൽ ചെറിയൊരു 10-15 പോയിന്റ്സോളം ടാറ്റ മോട്ടോഴ്സ് ഷെയർ കുറഞ്ഞാൽ ഞാനത് ബൈ ചെയ്യും. എന്നാൽ ഞാൻ ഷോർട്ട് സെല്ല് ചെയ്ത എമൗണ്ടിനെ കാട്ടി കൂടുതൽ പോവുകയാണെങ്കിൽ എന്റെ ഹോൾഡിങ്ങിനെ പോകും. അപ്പൊ അത് കാരണം എനിക്ക് ലോസും വരുന്നില്ല. എനിക്ക് എപ്പോഴെങ്കിലും അത് തിരിച്ച് കുറയുമ്പോൾ തിരിച്ച് ബൈ ചെയ്താൽ മതി. അപ്പൊ ആൾക്കാർ ഈ സ്ട്രാറ്റജി കുറെ ഇത് ചെയ്യാറുണ്ട്. ഡെയിലി കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്ക് സെല് ചെയ്യും. അത് സെല് ചെയ്യാന്നാ പറയാം, ബട്ട് അന്ന് തന്നെ കവർ ചെയ്യണമെങ്കിൽ ഷോർട്ട് സെല്ലിംഗ് എന്ന് പറയും. ഇതാണ് രണ്ട് മെത്തേഡ്സ്. കഴിയുന്നതും ഷോർട്ട് സെല്ല് ചെയ്യുകയാണെങ്കിൽ ഒന്നാമത് ന്യൂസ് ഉള്ള അപ്പർ സർക്യൂട്ട്സ് ഉള്ള ഷെയർസ് കഴിയുന്നതും ഷോർട്ട് സെല്ല് ചെയ്യാതിരിക്കുക. നിഫ്റ്റി 50-യിലുള്ള ഷെയർസ് വേണമെങ്കിൽ ഷോർട്ട് സെല്ല് ചെയ്യും, അതിന് പ്രോബ്ലം ഒന്നുമില്ല. റിസ്ക് മിനിമലാക്കുക. എന്താ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഇപ്പൊ നമുക്ക് ചിലപ്പോൾ പ്രെഡിക്ട് ചെയ്യാൻ പറ്റൂല ഇത് മുകളിലേക്ക് കയറുന്ന ആ സ്പീഡ്. സോ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ട് ഷോർട്ട് സെല്ല് ചെയ്തിട്ട് നമുക്ക് ചെറിയ എമൗണ്ട് വെച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാവുന്നതാണ്. ഇതോടെ ക്ലിയർ ആയിന്ന് വിചാരിക്കുന്നു. കുറച്ചുപേര് ചോദിച്ചിരുന്നു ഷോർട്ട് സെല്ലിംഗ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിനുവേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമന്റ്. യു ക്യാൻ വാട്സ്ആപ്പ് മീ, കോൾ മീ. Thanks for watching. Do subscribe to my video. Thank you.